നമുക്ക് അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പി നോക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻകറിയാണ്. ചപ്പാത്തിക്കും ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ മാങ്ങ ഇട്ടിട്ടുള്ള ഒരു മീൻകറിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചെടുക്കാം. ഉലുവയെല്ലാം അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആയി വരുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. പുളിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീനാണേലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്കൊന്ന് അതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഒരു ഐറ്റമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.